എടാ ഇത് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ തലക്കടിച്ചു വന്ന കേസല്ല, ഇതെങ്ങനെ 4 പേരായത്? എടാ അത് കഴിഞ്ഞ ആഴ്ച പെണ്ണിന്റെ കേസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം 2 IT-കാരെയാ തലക്കടിച്ചു വന്നത്. ഇതൊക്കെ എപ്പാ? എടാ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവര് താമസിക്കുന്നിടത്ത് പോയി ഇയാള് വെല്ലടിച്ച് കഥ തുറന്നു കൊടുത്തവന്റെ തല അപ്പം തന്നെ അടിച്ചങ്ങ് പൊട്ടിച്ച്. അകത്ത് കിടന്ന് ഉറങ്ങിയവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? തൊട്ടപ്പുറത്ത് കിടന്ന് ഉറങ്ങിയവന്റെ തല ഇയാള് ചുറ്റിയെ വെച്ച് പൊട്ടപ്പെട്ടെന്ന് അടിച്ച് പൊട്ടിക്കുന്നു. അവൻ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയല്ല, ഇത് റിപ്പറാന്ന് മനസ്സിലായേ. പിന്നെ റിപ്പർ എടാ ഈ ചെയ്ത കൊലപാതകങ്ങളൊക്കെ ഒരാൾ തന്നെ ചെയ്തതെന്ന് എന്താ എത്ര ഉറപ്പ്? എടാ ഈ മരിച്ച എല്ലാവരും തലയിൽ ഒരേപോലെ ചുറ്റുകൊണ്ട് അടികൊണ്ടിരിക്കണേ. തലയുടെ ഏത് ഭാഗത്താ അടിച്ചേ, എന്ത് വെച്ചാ അടിച്ചേ നിനക്ക് വരെ അറിയാം. അപ്പൊ ആർക്കേലും ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ട് ഇതുപോലെ തന്നെ തല്ലി കൊന്നിട്ട് ചെയ്ത് റിപ്പറാന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവാം, പക്ഷെ ഇങ്ങനെ ആവാലോ. ഒരു കാലമാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർ രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കണമെന്ന് പറയില്ലല്ലോ. പിന്നെ 9 മണി, പിന്നെ നാട്ടുകാരെ ആവശ്യമുള്ളവരൊക്കെ 9 മണിക്കൊക്കെ പുറത്തിറങ്ങി നടക്കും. എന്നാ പുറത്തിറങ്ങി നടക്ക്. കുറച്ചു മുമ്പ് ഒരു ചെറുപ്പക്കാരനെ ഇപ്പൊ തലക്കടിച്ച് വന്ന് അവിടെ ചുറ്റിയെ വെച്ച് തല ടാറ്റു അടിച്ചു തരും. പാവോടാ, ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിക്കാന്നൊക്കെ പറഞ്ഞ് കുപ്പിയൊക്കെ മേടിച്ച് പോണ വഴിയായിരിക്കും. അയ്യോ എടാ മാത്തപ്പനെത്തിയിട്ടില്ല, അവനെ വിളിച്ചേ. അയ്യോ അവനും ജോലിയും കഴിഞ്ഞ് കുപ്പിയും മേടിച്ചാൽ അടിക്കാൻ വേണ്ടി വരുമായിരിക്കും. പെട്ടെന്ന് വരാൻ പറ. ഹലോ, എന്താടാ? എടാ നീ എവിടെയാ? ഞാൻ ബസ്സിറങ്ങി അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എപ്പോ എത്തും? പെട്ടെന്ന് വാടാ. ഏയ് ഒന്ന് അടങ്ങളിയാ. അതേ സാധനം മേടിച്ചോണ്ട് കുപ്പിയെല്ലാം മേടിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് അടിക്കാം, നമുക്ക് പൊളിക്കാം. എടാ അതല്ല, ആ റിപ്പർ പിന്നെ അയാൾ തലക്കടിച്ചു വന്ന് രാത്രി 9 മണിക്ക് ശേഷം പുറത്തുനിന്ന് ഇറങ്ങിടക്കണ്ടെന്നാ പോലീസ് പറഞ്ഞേ. നീ നിൽക്കുന്ന സ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല. നീ വരെ ലിഫ്റ്റ് അടിച്ച് വരാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ലിഫ്റ്റ് തരുന്ന റിപ്പറാണെങ്കിലോ? നീ പെട്ടെന്ന് വാ. എടാ നീ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഞാനങ്ങ് വന്നോളാം. വെക്ക്. എന്തോ എന്താ? എടോ ലൈറ്റർ ഉണ്ടാ? റിപ്പറാ? എടോ സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ ഉണ്ടാന്ന്. ലൈറ്റ് ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കൊന്നുമില്ലേ. ഈ വളർന്നു ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം നിപ്പോണ്ട്. അതിന് അവരെ വിളിച്ചാണ്ടല്ലോ. ഓടോ. ആരാ വാതില് മുട്ടിയില്ലേ? അതാ നെറ്റ്ഫ്ലിക്സിന് ടൂണ്. എടാ തുറക്കണ ഞാനാടാ. അത് മാത്തപ്പന. എന്താടാ കിതക്കണ? പിന്നെ പട്ടി അടിക്കാൻ വിളിച്ച? ഒന്നുമില്ല, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു വ്യായാമം ആയിക്കോട്ടെ വെച്ച് ബ്രിസ്ക് വാക്ക് ചെയ്താ വന്നേ. അവൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ എന്റെ ഗ്യാസ് പോയല്ലേ. ആ റിപ്പറിനെ പേടിച്ച് ഓടി വരുന്ന വഴിയിൽ കരച്ചും കെട്ടി വീണി കുപ്പി പൊട്ടാഞ്ഞ ഭാഗ്യം. ഓ നീ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ സംഭവം ഞാൻ അതങ്ങ് വിട്ടേ പോടെ. വെറുതെ അല്ല, റോഡിലൊന്നും ഒറ്റ മനുഷ്യരില്ല. പക്ഷെ നല്ല മൂഡായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ നൈസായിട്ട് പാട്ടൊക്കെ പാടി. ഭക്തിഗാനമായിരിക്കും. ഭക്തിഗാനം ഉണ്ട്, പിന്നെ മെലഡീസ്, എവർഗ്രീൻ ഹിറ്റ്സ്, 19 ക്ലാസിക്കൽ. അങ്ങനെ എങ്ങനെ തള്ളി തള്ളി നമുക്ക് ആ റൂമിലോട്ട് പോകാം. ആദ്യം 2 അടിക്കാം, എന്നിട്ട് നിന്റെ തള്ളിയേക്കാം. ബാ എനിക്ക് ബാ. അപ്പൊ പ്രൊമോഷൻ കിട്ടിയ ട്രീറ്റ് തരാന്ന് പറഞ്ഞാണ് മാത്തപ്പൻ. വാക്ക് പാലിച്ചിട്ടുണ്ട്, പിടിച്ചോ. ട്രാക്ക് ഇട്ടോ. ട്രാക്ക് ഒന്നും വേണ്ട, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്താ ട്രാക്ക് എടുത്ത്? അല്ലെങ്കിൽ തന്നെ ട്രാക്ക് എന്തിനാണ്? നമ്മളെന്നാണ് ട്രെയിൻ ഓടിച്ച് കളിക്കാൻ പോകുന്നത്. നീ എന്താ അടിക്കാത്ത? അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയില്ല. അതിന് കള്ളു പിടിച്ചോണ്ട് വീട്ടിൽ പോകാനൊക്കത്തില്ല, അച്ഛനെ പേടി. പോത്ത് പോലെ വളർന്നില്ല, അച്ഛനെ പേടിയാന്ന്. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ വെറുതെ എന്തിനാണ് വീട്ടിൽ ചെന്നിട്ട് ഒരു സംസാരം വെക്കുന്നത് വെച്ചിട്ടാ. ഇതിനെയാണ് ഞങ്ങൾ പൊതുവെ പേടിയെന്ന് പറയുന്നത് അല്ലേ? അതെ. അച്ഛൻ എന്തായാലും ഡ്യൂട്ടിക്ക് പോകാത്തെ? എനിക്കറിയാൻ പറ്റില്ല. എനിക്കറിയാം. പുള്ളി വൈകുന്നേരം ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നേരത്തെ അവൻ ന്യൂസ് കണ്ടു കാണാം റിപ്പറിന്റെ. അത് കാരണം പുള്ളി മേടിച്ച് വീടിനകത്തിരിക്കുകയാണ് ജോലിക്ക്. ഇവന് റിപ്പറിനെ പേടിയില്ല, ഇവന്റെ അച്ഛൻ റിപ്പറിനെ പേടി. ആ അച്ഛനെ എവനും പേടി. എന്തോ പേടിക്കുടുമ്പോ പേടിതൊണ്ടായി പോയല്ലടാ. വല്ല ശബ്ദവും കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. വെറുതെ ഒരു സൗണ്ട് കേട്ടില്ലേ? ഞാൻ കേട്ടു. റിപ്പറൊന്നും ആയിരിക്കത്തില്ല, വല്ല തേങ്ങ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ തേങ്ങയാന്ന്? നീ എപ്പോ പറഞ്ഞു? നീ ഒരു തേങ്ങയും പറഞ്ഞില്ല. അല്ല ഞാൻ പറയാൻ വരുമായിരുന്നു, അപ്പോഴേക്കും പറഞ്ഞു. ഈടാ ഇപ്പൊ റിപ്പർ ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? റിപ്പർ ആണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ആ റിപ്പർ ഇങ്ങോട്ട് ചുറ്റിക്കായിട്ട് കയറി വന്നുള്ള 4 മണിക്ക് ഒരു അടിയും കൊടുക്കണം. അല്ല പിന്നെ നീ അവനെ ഇങ്ങോട്ട് പാസ് ചെയ്തടാ. എന്നാ കൊണ്ടുപോകും. അവനിങ്ങനെ കടിഞ്ഞു പിടിച്ചിട്ടില്ല, അവിടെ ചന്തിക്കുന്നുണ്ട് ഞെരടി പോയിട്ട് അവിടെ ചാടിങ്ങനെ അടിച്ച് നീ ഇറക്കൽ ഇവരെ വേണം. എനിക്ക് കേട്ടോ അവനടുത്തേക്ക്. ഇവിടെ നാണമില്ലടാ ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കാൻ. ഒരു തേങ്ങ വീഴുന്ന കേട്ടാ പേടിക്കുന്ന നീയൊക്കെയാണ് അച്ഛനെ പേടിയെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു പെഗ് അടിച്ചു കഴിഞ്ഞപ്പോ അമ്മമാരൊക്കെ ഒരു ധൈര്യം. പെഗ് അടിച്ചില്ലെങ്കിൽ നമ്മുടെ ധൈര്യത്തിന് കുറവൊന്നുമില്ല. ഇല്ല, നിന്റെ ധൈര്യത്തിനൊരു കുഴപ്പമില്ല. എന്നാ നീ ആ സൗണ്ട് എന്തോന്ന് പോയി നോക്കിട്ടോ. തേങ്ങയല്ലേ? തേങ്ങ ആയിരിക്കും. തേങ്ങ എന്നാ പറഞ്ഞേ. എന്നാ പോയാ തേങ്ങ എടുത്തോണ്ടോ. അവൻ തേങ്ങ എടുത്തോണ്ട് വരികയും ചെയ്യും, അത് വെച്ച് ചമ്മന്തി അരയ്ക്കും. കാണാം. അവൻ എടുക്കാനാന്ന് പറഞ്ഞ് പോകും ആ വാതില് വരെ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് തിരിച്ചു വരും, ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞു. അതൊന്നുമല്ല, പോവൊക്കെ ചെയ്യാൻ. പക്ഷെ തേങ്ങ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. കാര്യം തേങ്ങ തന്നെയാണോ വേണമെന്ന് എന്താ ഉറപ്പ്?
തേങ്ങ വിട്. അവന് ധൈര്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ ഈ മുൻവശത്തെ വാതിൽ വഴി ഇറങ്ങി ഈ വീട് ചുറ്റി ഇതേ ബാക്കിലത്തെ വിൻഡോയിൽ വന്നിട്ട് 2 കൊട്ട് കൊട്ടട്ടെ. ഞാൻ ഈ മുൻവശത്തെ വാതിലൂടെ ഒറ്റയ്ക്ക് ഈ ഇരുട്ടത്ത് മൊത്തം നടന്നിട്ട് ഈ ജനലെ വന്ന് 2 കൊട്ട് കൊട്ടെ. അവൻ 3 കൊട്ട് കൊട്ടു. 3 അല്ല 4 കൊട്ട് പറ്റുമോ? ചെല്ലടാ. പക്ഷെ അവൻ അങ്ങനെ ചെയ്തിട്ട് വന്നാ നിനക്ക് ഈ പെഗ് അടിച്ചിട്ട് വീട്ടിൽ കയറാൻ പറ്റുമോ? അവൻ കൊട്ടിയിട്ട് വന്നല്ലേ? കൊട്ടിയിട്ട് വന്നാൽ ഞാൻ ഈ പെഗ് അടിക്കും, എന്നിട്ട് വീട്ടിലും കയറും. ഓഹോ, ഓ അത്രയ്ക്ക് ധൈര്യം. എന്നാ അവന്റെ ധൈര്യം നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. നീ ധൈര്യമായിട്ട് പോയിട്ടോടാ. നീ ആ പെഗ് എടുത്തടിച്ച് ഇത് ധൈര്യമായിട്ട് പോയിട്ടോടാ. ചെല്ലടാ, നീ 2 എണ്ണം അടിച്ചിട്ട് പോ. ഇത് ഒറ്റടി അടി പോയിട്ട് പോ ധൈര്യമായിട്ട്. അല്ല ഫോണും കൊണ്ട് എങ്ങോട്ടാ? മൊബൈൽ കരുതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല നിനക്ക് വലിയ ധൈര്യമല്ലോ. നിനക്ക് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നീ ഇരുട്ടത്തൂടെ ഒറ്റയ്ക്ക് പോയാൽ ജെല്ലി തട്ടിയിട്ടിക്ക് വാടാ. ഫോൺ അവന് ഫോണിന്റെയും ഫ്ലാഷ് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല. നീ പോയിട്ട് വാടാ മോനെ. അളിയാ 4 അടി അടിച്ചിട്ട് പോരെ. തട്ടി തട്ടി കണ്ടാ കണ്ടടാ നമ്മുടെ ചെക്കന്റെ ധൈര്യം. ഈ മേലെ ധീരന്മാരെ വെല്ലുവിളിച്ചോണ്ടല്ലോ. ഇത് നോക്കിയിരിക്കും അടിക്ക്. ശമ്പളം ഒന്നും വേണ്ട, അടിച്ചു. വാക്ക് വഴിക്ക് അടിക്ക്. ആ അല്ല വേണ്ട, നിനക്ക് അച്ഛനെ പേടിയാണ്. വേണ്ട, കുഴപ്പമില്ല. അവനെ നിർബന്ധിക്കണ്ട. ഇനി അവൻ അടിച്ചിട്ട് വീട്ടിൽ പോയി അച്ഛൻ പത്തലൂരി തല്ലി. ഓ വേണ്ട വേണ്ട. എന്തിനാണ് അവന്റെ കുടുംബത്തിൽ പ്രശ്നം? നമ്മൾ അവന്റെ സുഹൃത്തുക്കളല്ലേ. കുഴപ്പമില്ല, നീ കുടിക്കണ്ട. വേണ്ട, അച്ഛന്റെ ക്യൂട്ട് ബേബി. എല്ലാവരും വലിയ ഷോ ഒന്നും ഇറക്കണ്ട. നിന്റെയൊക്കെ ധൈര്യം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഫീലായിടാ വിളിക്ക്. എടാ പുള്ളി ഇനി എന്നോട് മുടങ്ങിയിട്ട് വീട്ടിലെങ്ങനെ പോയി കളയോ? ഒരെണ്ണം അടിച്ച സ്ഥിതിക്ക് അവൻ എന്തായാലും വീട്ടിൽ പോകത്തില്ല. ഇതിപ്പോ ആ ചമ്മല്ലേ കുറച്ച് കഴിഞ്ഞ് വന്നോളൂ. പക്ഷെ പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് ഇന്ന് നിനക്ക് പേടിയുണ്ടെന്ന് പ്രൂവ് ചെയ്യാണ്ട് പുള്ളി ഉറങ്ങൂല. ആ ഹലോ അമ്മേ. അതെ, സംഭവം എന്താന്ന് വെച്ചാലേ ഈ റിപ്പറിന്റെ പ്രശ്നം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ പേടിച്ചിരിക്കുക. അതുകൊണ്ട് അമ്മമാർ എന്നോട് ഇന്ന് വരണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വെള്ളം അടിക്കാനൊന്നും അല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനാന്ന് വിചാരിക്കുന്നത് എന്തിനാ? അച്ഛനോട് പറയുന്നത് എന്തിനാ? അമ്മയെന്ന് പറഞ്ഞാൽ മതി. ഇനി ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഹലോ ചുമ്മാരി കൊടുക്കണ്ട. ഹലോ കൊടുക്കണ്ട. ആ അച്ഛാ അതപ്പോ വെള്ളം തീർന്നു. നീ ആ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തോണ്ടോ. നീ ഇവിടെ നിൽക്കണം. ആടാ പിണങ്ങിക്കല്ലേ. ഇത് സാധനം തീരാൻ പോവാട്ടാ. നീ ഇങ്ങനെ പിണങ്ങി മാറിയുന്ന എങ്ങനെടാ? എന്ത് ചെയ്യണടാ? ഞാൻ ഇങ്ങനെ പേടിയില്ലാത്തവനായി പോയല്ലേ. നീ വെറുതെ ഇത്രയും പേടിച്ചാ മതിയോ? മതിയോ? ഒന്ന് നിനക്ക് എന്നെ പേടിപ്പിക്കാണ്ടൊരു സ്വസ്ഥതയില്ലല്ലേ? പൊന്നോ, ആ ഗ്യാപ്പിലിരുന്നെങ്കിൽ ഫുൾ സെറ്റപ്പായിട്ട് വന്നേക്ക അല്ലേ? വന്നേ എടാ, അവന്മാരോട് കാണണ്ട. അതിന്റെ ഒന്ന് വന്നേ. ബലം പിടിക്കല്ലേ, വാന്ന്. എന്റെ കുട്ടികളെയൊക്കെ ഞാൻ മാറ്റത്തരേട്ടാ. എടാ എടാ നോക്കിയടാ, ഞാൻ നോക്കുമ്പോ പുള്ളി എന്നെ പേടിപ്പിക്കാൻ അടുക്കള ഭാഗത്ത് ഫുൾ സന്നാഹമായിട്ട് നിൽക്കുന്നു. ചീറ്റി, അവൻ ചീറ്റി. സംഭവം മറ്റേ വൈകുന്നേരം മ്യൂസിക് കിട്ടില്ലേ, രേഖാചിത്രം, അത് ഇൻസ്പയർ ആയിക്കണേ. ഇങ്ങോട്ടൊന്ന് ഞങ്ങളോടൊന്ന് പേടിക്കട്ടെ. എല്ലാരും പേടിപ്പിക്കും. ഞങ്ങളൊക്കെ പേടിച്ചു വരൂടി കളിപ്പിണ്ണ. പിന്നെ ഈ കോലത്ത് വീട്ടിൽ ചെന്നാൽ അച്ഛന്റെ പേടിയല്ലേ റിപ്പറിനെ പുള്ളി കയറി കഥ കടച്ചോളൂ. ഊരില്ല നമുക്കൊരു ഫോട്ടോ എടുക്കാൻ. ഞാൻ ഈ കോലത്തിൽ ഫോട്ടോ എടുക്കട്ടെ. സെൽഫി എടുത്തിട്ടാവാം. ബാച്ചിലേഴ്സ് കൊള്ളാം. പിന്നെ ചുറ്റിക ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടും റിപ്പറായിട്ട്. ഇത് ആരാടാ വിളിച്ചേറ്റി?